ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ രാവിലത്തെ പണി വേറൊന്നല്ല കേട്ടോ. ഇവനെ അംഗനവാടി കൊണ്ടാച്ചാക്കലാണ്. ഇവനെ അംഗനവാടി കൊണ്ട് വിട്ടാൽ മാത്രമേ എൻ്റെ ബാക്കി പണികൾ നടക്കുള്ളൂ. കുറച്ച് നടന്നപ്പോൾ തന്നെ വെയിലാന്ന് പറഞ്ഞ് എൻ്റെ മണ്ടക്ക് കയറിയിരുന്നു കേട്ടോ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അംഗനവാടി പോകാൻ പ്രത്യേകിച്ച് മടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ അങ്ങ് പോയിക്കോളും. പുതിയ കുറേ കുട്ടികളും കൂടെ വന്നുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ലിയോന് ഐ പാച്ചിങ് എക്സസൈസ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ണു പൊത്തിയിട്ടാണ് അംഗനവാടി വിടാറ്. അങ്ങനെ 2-3 മണിക്കൂർ അങ്ങനെ കണ്ണുപൊത്തി അവിടെ ഇരുന്നോളും. വീട്ടിലാകുമ്പോൾ അവന് ഭയങ്കര മടിയാണ് കണ്ണു പൊത്താൻ വേണ്ടിയിട്ട്. അവനെ കൊണ്ടാച്ചാക്കിയതിന് ശേഷം ഞാൻ നേരെ പോയത് കടയിലേക്കാണ്. അവിടെ ഇന്നലെ സാധനം വാങ്ങിയപ്പോൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അതങ്ങ് കൊടുത്തു. അതും കൊടുത്ത് നേരെ പോവാണ്. ഇത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ പറിച്ചിട്ടുണ്ടാ ഇങ്ങനെ ചെയ്ത് പുഴുവാണോ സൂര്യനാണോ എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. നൊസ്റ്റു പാത്രങ്ങളൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നേരെ അടുക്കള പരിപാടിയിലാണ്. തേങ്ങ അരക്കാൻ ഇട്ടിട്ടായിരുന്നു ലിയോനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില പറിക്കട്ടെ. കുട്ടേട്ട സമയമായിട്ട് തന്നെ ഫുൾ വെജിറ്റേറിയൻ ആണ് ഇന്ന്. കുട്ടേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടോ. കറിവേപ്പില പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അത് ആരാ മുകളിൽ ഇരിക്കണേ കാണിച്ചു തരാട്ടാ. അതാ കണ്ടാ ഒരു ചൊറിയം പുഴു. ഈ കറിവേപ്പില മൊത്തം അവൻ തിന്ന് തീർത്തിട്ടുണ്ട്. ഒരു ദണ്ട് മൊത്തം അവൻ തിന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അവർക്കും തിന്നണ്ടേ, അവർക്കും ജീവിക്കണ്ടേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു പച്ചക്കറി, മാങ്ങാക്കറി, പിന്നെ ഉപ്പേരി, രസം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. അതൊന്നും ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അടുക്കളയിലെ കോളൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അങ്ങ് മുതൽ ഇങ്ങ് വരെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇനിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ. ചോറ് അടുപ്പത്ത് നായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഉപ്പേരി അങ്ങനെ വെക്കാം. പച്ചക്കറി വേപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കലക്ക് മാത്രമേ വേണ്ടൂ. തേങ്ങ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി തേങ്ങ അരിഞ്ഞിട്ട് വേണം പച്ചക്കറി കലക്കാൻ വേണ്ടിയിട്ട്. ഉപ്പേരിയിൽ ഉഴുന്നിടാൻ വേണ്ടി ഉഴുന്ന് അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഉപ്പേരിയിൽ ഉഴുന്നിടാൻ മറന്നുപോയി ഗൈസ്. കേബേജ് ഉപ്പേരിയിൽ ഉഴുന്നിട്ട് അത് പ്രത്യേക ടേസ്റ്റാണ്. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പേരി പോലെ ഇരിക്കും കേട്ടോ. ആ ടേസ്റ്റ് പോയി ഗൈസ്. സാരില്ല, ഞാൻ വേറൊരു പാത്രത്തിൽ ഉഴുന്ന് ചൂടാക്കി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടേട്ടൻ്റെ ഫ്രണ്ടും വന്ന് കഴിച്ചാൽ മാത്രം മതി. അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാണ്. ഇതാ ഇവരും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോണേ. വൈകുന്നേരം അല്ലേ, ഞങ്ങളെ കഷ്ടകാലത്തിന് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത് ഈ ചേട്ടനെ നൊങ്ങ് വെക്കുന്നത്. നൊങ്ങെന്ന് തന്നെയാണോ ഇത് പറയാന്നറിയില്ല. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ ടേസ്റ്റ് എന്ന് അറിയണ്ടേ. ആദ്യം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് വീട്ടിലേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് ഞാൻ വാങ്ങി കഴിച്ച് നോക്കി. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കരിക്ക് പോലെ, പുറമെ കരിക്കിൻ്റെ ഒരു ഇത്, ഉള്ളിലെ ഇളനീരിൻ്റെ ഒരു ടേസ്റ്റും. വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് വീട്ടിലേക്കിട്ട് വാങ്ങിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.